നമ്മൾ സാധാരണ നമ്മുടെ ഡെയിലി റുട്ടീനൊക്കെ പറയുമ്പോൾ ടിപ്പിക്കലി നമ്മൾ മലയാളികൾ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അതെങ്ങനെ എനിക്കറിയാം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് ചോദിക്കുമ്പം അവർ ഈ മലയാളം കൃത്യമായി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ടിപ്പിക്കലി പറയാൻ ചാൻസ് ഉള്ള ഒരു ഡെയിലി റുട്ടീൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. ഐ വേക്ക് അപ്പ് അറ്റ് മോർണിംഗ് 6. ആഫ്റ്റർ വേക്കിംഗ് ഐ ബ്രഷ് ടീത്ത്, then I drink tea, I take breakfast and go to office at 9. I take lunch at 1. In evening I come back to home, I see TV and sleep at 11. ഇനി പണ്ടത്തെ കാര്യങ്ങൾ ചോദിച്ചാൽ പറയാം ചാൻസ് ഒരു സംഭവം. When I was studying in school, I am waking up at 5. I am going to school by walking. In evening we are playing cricket. That time we were not having mobile phones. പിന്നെ ടിപ്പിക്കൽ സെൻസ് ദാറ്റ് ടൈം വി വർ നോട്ട് ഹാവിങ് മൊബൈൽ ഫോൺസ്. നൗ എവറിത്തിങ് ഈസ് ചേഞ്ച്ഡ് ആൻഡ് ഐ എം ഗെറ്റിംഗ് വെരി ലിറ്റിൽ ടൈം. എഡ്യൂക്കേഷനെ കുറിച്ച് ചോദിച്ചാൽ ഐ പാസ്ഡ് ഔട്ട് ഫ്രം കോളേജ് ഇൻ 2017. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചാൽ ഐ എം ഹാവിങ് 2 brothers. പിന്നെ ഇന്നലെ നടന്ന വേറെ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ യെസ്റ്റർഡേ നൈറ്റ് ഐ മെറ്റ് മൈ ഫ്രണ്ട് ആൻഡ് വി ഡിസ്കസ്ഡ് അബൌട്ട് അവർ സ്കൂൾ ഡേയ്സ്. ദാറ്റ് ടൈം ലൈഫ് വാസ് വെരി സിമ്പിൾ ഓൺലി. ഇത് നിങ്ങൾ കേട്ടാട്ട് ഇംഗ്ലീഷ് നമ്മൾ സാധാരണ പോലെ പഠിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്ന ഒരാളുടെ ഒരു സ്വാഭാവികമായി സിമ്പിളായിട്ടുള്ള ഉത്തരമായിട്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനോ ഡെയിലി റുട്ടീനോ ഒക്കെ ചോദിച്ചാൽ പറയുന്ന സെൻറ്റൻസുകളാണ്. ഇങ്ങനത്തെ സെൻറ്റൻസുകൾ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുമെങ്കിലും ഇതിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നല്ല പോളിഷ് സെൻറ്റൻസസ് ആക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഈ സെൻറ്റൻസസ് ഒന്നും നാച്ചുറലി നമ്മൾ പറയുന്ന സെൻറ്റൻസുകളല്ല. അപ്പോൾ ഈ സെൻറ്റൻസുകളൊക്കെ എങ്ങനെയാണ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി പറയുക, എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയാം. കൂടെ കൂടിക്കൊള്ളൂ കേട്ടോ. ആദ്യം നമ്മൾ എണീക്കുന്ന സമയം പറയുമ്പോൾ ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കും അല്ലേ, അങ്ങനെ പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേക്കാറുണ്ടെന്നാ അല്ലേ, നമ്മുടെ ഹാബിറ്റ്സ് പറയാം. പക്ഷെ നമ്മൾ ഇങ്ങനെ കാര്യം ചെയ്യും എന്നുള്ള രീതിയിൽ ഞാൻ രാവിലെ 6 മണിക്ക് എണീക്കും എന്ന് പറയുമ്പോൾ വില്ലൊക്കെ യൂസ് ചെയ്ത് പറയാനൊരു ടെൻഡൻസി ഉണ്ട് അല്ലേ. ഐ വിൽ വേക്ക് അപ്പ് അറ്റ് 6. അല്ലെങ്കിൽ ഇത് പറയാൻ വേറൊരു ടെൻഡൻസി ഉണ്ടാവുക, ഐ എം വേക്കിംഗ് അപ്പ് അറ്റ് 6 എവറി ഡേ. ഐ വേക്ക് അപ്പ് അറ്റ് മോർണിംഗ് 6 o'clock എന്ന് പറയാൻ ടെൻഡൻസി ഉണ്ട്. എങ്ങനെ കറക്റ്റ് ചെയ്യുക? ഇത് സിമ്പിൾ പ്രസൻറ്റിൽ പറയണം. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സിമ്പിൾ പ്രസൻറ്റ്. എങ്ങനെയായിരുന്നു? ഐ വേക്ക് അപ്പ് അറ്റ് 6 AM. അല്ലെങ്കിൽ സാധാരണ ഞാനൊരു 6 മണിയോട് കൂടി എഴുന്നേക്കാറുണ്ടെന്ന് എങ്ങനെ പറയും? സാധാരണ എന്ന് പറയാൻ യൂഷ്വലി. അപ്പോൾ എങ്ങനെ പറയാം? ഐ യൂഷ്വലി വേക്ക് അപ്പ് അറൗണ്ട് 6 in the morning. ആ മോർണിംഗിൻ്റെ കൂടെ ദ വേണം. മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് ഇതിൻ്റെയൊക്കെ കൂടെ ദ വേണം കേട്ടോ. അപ്പോൾ ഐ യൂഷ്വലി വേക്ക് അപ്പ് അറൗണ്ട് 6 in the morning. ഓക്കെ, അപ്പോൾ സെൻറ്റൻസ് മാറിയത് കണ്ടോ? ഇനി ശ്രദ്ധിക്കില്ലേ? ഇനി വേറൊരു സെൻറ്റൻസ്. ഞാൻ ആദ്യം തന്നെ അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കും. എങ്ങനെ പറയും? ആദ്യം ഫസ്റ്റ് ഞാൻ കിച്ചണിലേക്ക് പോകും. ഐ എം ഗോയിങ് ടു കിച്ചൺ ആൻഡ് മേക്കിംഗ് ടീ എന്ന് പറയാൻ ഭയങ്കര ഒരു കോമൺ മിസ്റ്റേക്കായത്. അപ്പോൾ എങ്ങനെ കറക്റ്റ് ചെയ്തത്? ഫസ്റ്റ് സിമ്പിൾ പ്രസൻറ്റ് മതി. ഐ ഗോ ടു ദ കിച്ചൺ, എന്നിട്ട് ചായ ഉണ്ടാക്കും ആൻഡ് മേക്ക് ടീ. എളുപ്പമല്ലേ? ശ്രദ്ധിക്കില്ലേ അത്? അപ്പോൾ അടുത്ത സെൻറ്റൻസ് പറയാം. ഞാൻ എഴുന്നേറ്റ ശേഷം പല്ല് തേക്കും. എങ്ങനെ പറയും? ആഫ്റ്റർ വേക്കിംഗ് ഐ വിൽ ബ്രഷ് ടീത്ത് എന്ന് പറഞ്ഞാൽ മതിയോ? ഇല്ല. എങ്ങനെ കറക്റ്റ് ചെയ്യുക? ആഫ്റ്റർ ഐ വേക്ക് അപ്പ് ഐ ബ്രഷ് മൈ ടീത്ത്. ഇപ്പോൾ ഞാൻ ചായ കുടിക്കും. എങ്ങനെ പറയും? ഐ വിൽ ഡ്രിങ്ക് ടീ പറയാമോ? ഇല്ല. ഐ വിൽ ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞത് അർത്ഥം, ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കുക, എടാ എന്താ നീ കുടിക്കുക? ഐ വിൽ ഡ്രിങ്ക് ടീ. ഞാൻ ചായ കുടിക്കാം. ഐ ഡ്രിങ്ക് ടീ ഓർ ഐ ഹാവ് എ കപ്പ് ഓഫ് ടീ എന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ എന്താ? ഞാൻ ചായ കുടിക്കാറുണ്ടെന്ന് പറയാൻ ഐ ഹാവ് ടീ അല്ലെങ്കിൽ ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഐ ഡ്രിങ്ക് ടീനേക്കാളും ഐ ഹാവ് എ കപ്പ് ഓഫ് ടീ, ഹാവ് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ കോമൺ ആയി കണ്ടുവരുന്നത്. ഹാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല അർത്ഥങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കുക എന്നതിന് നമ്മൾ ഹാവ് ഉപയോഗിക്കും. ഹാവ് ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരും ഉപയോഗിക്കണം അതാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാമല്ലോ. ഓക്കെ, ഡ്രിങ്ക് തെറ്റൊന്നുമല്ല കേട്ടോ. ഇനി നമ്മൾ ജോലിക്ക് പോണ കാര്യം പറയണേ. ഞാനൊരു 9 മണിക്ക് ഓഫീസിലേക്ക് പോകും. ഇങ്ങനെ പറയും. ഇത് നമ്മൾ സിമ്പിൾ പ്രസൻ്റ് ആണെന്നൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഐ ഗോ ടു ഓഫീസ് അറ്റ് 9 o'clock അങ്ങനെ പറയാം. ഇവിടെ ഓ ക്ലോക്ക് ഒന്നും ഇടേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. ഐ ഗോ ടു ദ ഓഫീസ് അറ്റ് 9. അറ്റ് 9 എന്ന് വെച്ചാൽ 9 മണിക്ക് എന്നുള്ള അർത്ഥമുണ്ട്. ഓഫീസിലേക്ക് രാത്രി 9 മണിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവാം.
ചിലപ്പോൾ അവരുടെ രാത്രിയായിരിക്കും അവരുടെ വർക്ക്. അങ്ങനെയാണെങ്കിൽ അറ്റ് 9 PM എന്ന് പറയാം. പക്ഷെ സാധാരണ ഐ ഗോ ടു ദ ഓഫീസ് അറ്റ് 9 എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിക്ക് ഓഫീസിൽ പോകുമെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് 9 മണിക്കാണ് ഇറങ്ങാറ് എന്നുള്ള അർത്ഥത്തിൽ ഐ ലീവ് ഫോർ വർക്ക് അറ്റ് 9 എന്നും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എഴുന്നേറ്റിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, എങ്ങനെ പറയാം? ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണേ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാറില്ല, ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പറയാറ് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഇംഗ്ലീഷുകാരുടെ ഓരോ നിയമങ്ങളല്ലേ. ഇപ്പോൾ പ്രൊനൗൺസിയേഷൻ നമ്മൾ ഓരോ വാക്കുകളും എങ്ങനെ ഉച്ചരിക്കാമെന്ന് അവർ പറയുന്ന രീതി നമ്മൾ ഫോളോ ചെയ്യണം, അതല്ലേ അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഐ ടേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയില്ല, പിന്നെ എന്താ പറയുക? കഴിക്കുക എന്നുള്ളത് ഹാവ് ഉപയോഗിച്ചാൽ മതി. ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. കുളിക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, ഞാൻ കുളിക്കും, ഒരു ഭക്ഷണം കഴിക്കും, കുളിക്കും എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയും. ഐ വിൽ ടേക്ക് ബാത്ത് അല്ല, പിന്നെ എങ്ങനെ പറയാ? ഐ ടേക്ക് എ ബാത്ത്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഷവർ വെച്ചല്ലേ കുളിക്കുക, അപ്പം നമുക്ക് ഐ ടേക്ക് എ ഷവർ എന്ന് പറയാം. ഈ ടേക്കിന് പകരം ഹാവ് എ ഷവർ എന്നും പറയാം കേട്ടോ. ഐ ടേക്ക് എ ബാത്തിന് പകരം ഐ ഹാവ് എ ബാത്ത്. ഐ ടേക്ക് എ ഷവറിന് പകരം ഐ ഹാവ് എ ഷവർ എന്ന് പറയാറുണ്ട്. അവിടെ വേണം കേട്ടോ. കുളിക്കുക എന്നുള്ളതിന് ടു ഹാവ് എ ഷവർ അല്ലെങ്കിൽ ടു ടേക്ക് എ ഷവർ എന്നാണ് ആ ഫ്രേസ്. ഇനി ഉച്ചത്തെ ഭക്ഷണത്തെ കുറിച്ച് പറയുകയാണെ, ഞാൻ 1 മണിക്ക് ലഞ്ച് കഴിക്കും, എങ്ങനെ പറയും? ഐ ഹാവ് ലഞ്ച് അറ്റ് 1. ഭക്ഷണം കഴിക്കുമ്പോൾ പലരും ടേക്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഐ ടേക്ക് ടീ, ഐ ടേക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഐ ടേക്ക് ലഞ്ച്, അങ്ങനെ ടേക്ക് ഉപയോഗിക്കരുതേ, ഐ ഹാവ്. ഓക്കെ. ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വരും, എങ്ങനെ പറയും? ഐ കം ബാക്ക് ടു ഹോം ഇൻ ഈവനിങ് എന്ന് പറയാനൊരു ടെൻഡൻസി ഉണ്ട്. അവിടെ എന്താ തെറ്റ്? ഐ കം ബാക്ക് ഹോം ഇൻ ദ ഈവനിങ്. അവിടെ ടു ഹോം എന്ന് പറയണ്ട കേട്ടോ. ഈ ഹോം എന്നൊക്കെ പറഞ്ഞാൽ ആഡ്വേർബ്സ് ഓഫ് പ്ലേസിൽ വരുന്ന, അപ്പം നമുക്ക് ടു ഹോം എന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് ഐ കം ബാക്ക് ഹോം ഇൻ ദ ഈവനിങ്. ഇത് വേണേ. അപ്പോൾ ഈവനിങ് എന്ന് വെച്ചാൽ വൈകിട്ട്. അല്ലെങ്കിൽ സാധാരണ പറയാറുള്ള വേറെ രീതി ഐ ഗെറ്റ് ഹോം ഇൻ ദ ഈവനിങ്. ഗെറ്റ് എന്ന് വെച്ചാൽ റീച്ച് എന്നുള്ള അർത്ഥമാണ്, എത്തിച്ചേരുക. ഐ ഗെറ്റ് ഹോം ഇൻ ദ ഈവനിങ്. ഞാൻ ടി വി കാണും, അങ്ങനെ പറയും ഐ സീ ടി വി എന്ന് പറയാൻ ടെൻഡൻസി ഉണ്ട്. കാരണം കാണുക എന്ന് പറഞ്ഞാൽ സി അല്ലേ. പക്ഷേ ഐ വാച്ച് ടി വി എന്നാണ് പറയുക. എന്താ കാരണം? നമ്മൾ എന്തെങ്കിലുമൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ഒരു ഫുട്ബോൾ മാച്ച് കാണുക, നമ്മൾ ടി വിയിലല്ല നേരിട്ട് കാണാമെന്ന് വിചാരിച്ചോളൂ. പക്ഷെ അങ്ങനെയാണെങ്കിലും അങ്ങനെ ആൾക്കാരിങ്ങനെ ഓടുന്നതും അല്ലെങ്കിൽ ക്രിക്കറ്റാ അങ്ങനെ എന്തെങ്കിലും കളി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ചലനങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അത് വാച്ച് എന്നാണ് പറയുക കേട്ടോ. ഐ വാച്ച് ടി വി, ഐ വാച്ച് യൂട്യൂബ് വീഡിയോസ്, അങ്ങനെ പറയാം കേട്ടോ. ഇനി ഉറങ്ങണതിനെ കുറിച്ച് പറയാം. ഞാനൊരു 11 മണിക്ക് ഉറങ്ങും, എങ്ങനെ പറയും? ഐ സ്ലീപ്പ് അറ്റ് 11 എന്ന് പറയാനൊരു ടെൻഡൻസി അല്ലേ. ഉറങ്ങുക, സ്ലീപ്പ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 11 മണിക്ക് എന്നിട്ട് ഉറങ്ങുകയല്ലോ. നമ്മൾ ശരിക്കും കിടക്കയിലേക്ക് പോവുകയാണ് 11 മണിക്ക് ചെയ്യാന്നാണ് ഇംഗ്ലീഷിൽ പറയുക. സോ ഐ ഗോ ടു ബെഡ് അറ്റ് 11 അങ്ങനെ പറയാം. ഐ സ്ലീപ്പ് അറ്റ് 11 എന്ന് വെച്ചാൽ ഐ സ്ലീപ്പ് അറ്റ് 11 എന്ന് പറഞ്ഞാൽ 11 മണിക്ക് നമ്മൾ അങ്ങോട്ട് ഉറങ്ങി ഇല്ല, അങ്ങനെ സംഭവിക്കില്ലല്ലോ. 11 മണിക്ക് നമ്മൾ ഉറക്കത്തിലേക്ക് പോവില്ലല്ലോ, ഉറങ്ങാൻ വേണ്ടി പോവല്ലേ. അപ്പോൾ ഐ ഗോ ടു ബെഡ് അറ്റ് 11 അല്ലെങ്കിൽ ഐ ഗോ ടു സ്ലീപ്പ് ഏകദേശം 11 മണിക്ക് എന്ന് പറയാൻ അറൗണ്ട് 11. ഞാൻ എൻ്റെ ഫോണിൽ മെസ്സേജൊക്കെ നോക്കും, അങ്ങനെ പറയും ഐ വിൽ ചെക്ക് മൈ ഫോൺ ആൻഡ് മെസ്സേജസ് എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പലരും പറഞ്ഞത്. അതെങ്ങനെയാണ് കറക്റ്റായിട്ട് പറയാ? വില്ല് വേണ്ട അല്ലേ. അപ്പോൾ ഐ ചെക്ക് മൈ ഫോൺ അല്ലെങ്കിൽ ഐ ലുക്ക് അറ്റ് മൈ മെസ്സേജസ്. ഞാൻ രാവിലെ പത്രം വായിക്കാറുണ്ട്, അതെങ്ങനെ പറയും? ഐ റീഡ് ദ ന്യൂസ് ഇൻ ദ മോർണിംഗ്. ഇൻ ദ മോർണിംഗ് ദ നിർബന്ധമാണേ. ഞാൻ രാവിലെ വാർത്ത വായിക്കാറുണ്ട്. ഐ റീഡ് ദ ന്യൂസ് ഇൻ ദ മോർണിംഗ്. വാർത്ത വായിക്കുക എന്ന് വെച്ചാൽ ടി വിയിൽ പോയിട്ട് വാർത്ത വായിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന പരിപാടിയല്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നത്തെ വാർത്ത എന്താണെന്ന് പത്രമൊക്കെ നോക്കി വായിക്കാറുണ്ടെന്ന്. ഐ റീഡ് ദ ന്യൂസ് ഇൻ ദ മോർണിംഗ് അല്ലെങ്കിൽ ഐ ചെക്ക് ദ ന്യൂസ് എന്ന് പറയാം. വൈഫ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, അപ്പം ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, എങ്ങനെ പറയും? മൈ വൈഫ് കുക്സ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ പ്രിപ്പയർസ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഐ ഹെൽപ്പ് ഹെർ. ഓക്കെ. ഇനി വേറൊരു സെൻസ് പറയാം. ഭയങ്കര ട്രാഫിക്കാണ്, സോ 1 മണിക്കൂർ എടുക്കും, എങ്ങനെ പറയും? ഇത് ഞാൻ ചോദിച്ചപ്പോൾ പലരും പറയണത് ദർ ഇസ് ഹെവി ട്രാഫിക് സോ ഇറ്റ് ഈസ് ടേക്കിംഗ് 1 hour.
ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ നമ്മൾ മലയാളികൾ പറയണത്. അത് എങ്ങനെയാണ് കറക്റ്റായിട്ട് പറയാ? ദർ ഇസ് എ ലോട്ട് ഓഫ് ട്രാഫിക്, അതുകൊണ്ട് സോ ഏകദേശം ഒരു മണിക്കൂർ എടുക്കും. സോ ഇറ്റ് ടേക്സ് അബൌട്ട് an hour എന്ന് വെച്ചാൽ ഒരു മണിക്കൂറൊക്കെ ഏകദേശം എടുക്കാറുണ്ട് നല്ല ട്രാഫിക് ആയതുകൊണ്ട്, അല്ലേ? നമ്മുടെ ഡെയിലി സംഭവിക്കുന്ന കാര്യങ്ങൾ പറയല്ലേ, അപ്പം എടുക്കാറുണ്ട് എന്നുള്ള രീതിയിലല്ലേ പറയാ. കുറേ ട്രാഫിക് ഉണ്ട്, ദർ ഇസ് എ ലോട്ട് ഓഫ് ട്രാഫിക്, ദർ ഈസ് എ ലോട്ട് ഓഫ്, ദർ ഈസ് എ ലോട്ട് ഓഫ് എന്നൊക്കെ പറഞ്ഞാൽ അടുത്തൊന്നും നമുക്ക് ആ ഫ്രേസ് അങ്ങോട്ട് ബ്യൂട്ടിഫുള്ളി കിട്ടില്ല. ഇങ്ങനെ തന്നെ പറയും, ദർ ഇസ് എ ലോട്ട് ഓഫ് ട്രാഫിക്, ലോട്ട് ഓഫ് there is a lot of traffic, so it takes about an hour. 5 വർഷമായി ഞാൻ IT കമ്പനി വർക്ക് ചെയ്യാണ്. I am working at an IT company from 5 years. എന്താ തെറ്റ്? I have been working in an IT company for 5 years. From അല്ല, ഇന്നൊരു സമയം മുതൽ ആയിട്ട് എന്നുള്ള രീതിയിലാണ് ഫ്രം അവിടെ ഉപയോഗിക്കാൻ ടെൻഡൻസി. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്സ് ആട്ടോ. നമ്മൾ ഇത്രയും കാലമായിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവ് ബിൻ വർക്കിംഗ്, ഐ ഹാവ് ബിൻ ഡൂയിങ് ദിസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഐ ഹാവ് ബിൻ വർക്കിംഗ് ഇൻ എൻ IT കമ്പനി ഫോർ 5 years. അല്ലെങ്കിൽ ഇന്നൊരു സമയം മുതൽ എന്നാണെങ്കിൽ സിൻസ് 2015. ഉച്ച സമയത്ത് ഞങ്ങൾ ക്യാൻറ്റീനിൽ പോകും. അങ്ങനെ പറയും. ഇത് പറയുമ്പോൾ ചോദിച്ചപ്പോൾ പലരും പറഞ്ഞൊരു ഉത്തരം, അറ്റ് ലഞ്ച് ടൈം വി ആർ ഗോയിങ് ടു ക്യാൻറ്റീൻ. എങ്ങനെ പറയാ? പോകാറുണ്ട് എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് അല്ലേ? അറ്റ് ലഞ്ച് ടൈം വി ഗോ ടു ദ ക്യാൻറ്റീൻ. അതുപോലെ തിരിച്ചു വന്ന് ഞാൻ റെസ്റ്റ് എടുക്കും. എങ്ങനെ പറയും? ആഫ്റ്റർ ഐ ഗെറ്റ് ഹോം ഐ ടേക്ക് സം റെസ്റ്റ്. അല്ലെങ്കിൽ ആഫ്റ്റർ ഐ കം ഹോം ഐ റിലാക്സ് ഫോർ എ വൈൽ. ഫോർ എ വൈൽ എന്ന് വെച്ചാൽ ഒരു ഇത്തിരി നേരം. ആഫ്റ്റർ ഐ കം ഹോം, വീട്ടിൽ എത്തിയ ശേഷം ഐ റിലാക്സ് ഫോർ എ വൈൽ. പിന്നെ ചിലവർ പറയില്ലേ, ഞാൻ ചെറുപ്പത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറില്ലേ, ഞാൻ സ്കൂളിലായിരുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്ത് എന്ന് പറയാൻ, വെൻ ഐ വാസ് സ്റ്റഡിങ് ഇൻ സ്കൂൾ ഞാൻ 5 മണിക്ക് എഴുന്നേക്കുമായിരുന്നു. ഐ എം വേക്കിംഗ് അപ്പ് അറ്റ് 5. എങ്ങനെയത് മാറ്റുക? എന്തൊക്കെയാണ് പ്രശ്നം അവിടെ? വെൻ ഐ വാസ് സ്റ്റഡിങ് എന്നൊന്നും വേണ്ട. വെൻ ഐ വാസ് ഇൻ സ്കൂൾ എന്ന് വെച്ചാൽ കുട്ടിയായിരുന്ന, സ്കൂൾ കുട്ടിയായിരുന്ന സമയത്ത് വെൻ ഐ വാസ് ഇൻ സ്കൂൾ കേട്ടോ, സ്റ്റഡിങ് ഒന്നും അവിടെ പറയണ്ട. വെൻ ഐ വാസ് ഇൻ സ്കൂൾ ഞാൻ 5 മണിക്ക് എഴുന്നേക്കുമായിരുന്നു. ഇപ്പോൾ 6 മണിയാണ്, ഇപ്പോൾ 6, 7, 8 ആവാറുണ്ട്. പണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു, ഇപ്പം ഇല്ല എന്ന് പറയണമെങ്കിൽ ഐ യൂസ് ടു വേക്ക് അപ്പ് അറ്റ് 5. വെൻ ഐ വാസ് ഇൻ സ്കൂൾ ഐ യൂസ് ടു വേക്ക് അപ്പ് അറ്റ് 5. നമ്മുടെ അച്ഛൻ എല്ലാ ദിവസവും പഠിക്കാൻ പറയുമായിരുന്നു. അങ്ങനെ പറയും. ഈ അറിയാണ്ട് ഈ സെൻറ്റൻസ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല. മൈ ഫാദർ ഈസ് ടെല്ലിങ് മീ ടു സ്റ്റഡി എവറി ഡേ എന്ന് പറയും ആൾക്കാർ. അതെന്താ അങ്ങനെ വരുന്നതെന്ന് മനസ്സിലാവണില്ല, ആ ടെൻസ് അങ്ങനെ മാറുന്നതെന്ന്. അച്ഛൻ പഠിക്കാൻ പറയുമായിരുന്നു, ഇപ്പം പഠിക്കാൻ പറയുമോ? ഇല്ലല്ലോ, ഇപ്പം ജോലിയൊക്കെ ആയില്ലേ. മൈ ഫാദർ യൂസ് ടു ടെൽ മീ എന്ത്? ടു സ്റ്റഡി എവറി ഡേ. എവറി ഡേ 2 വാക്കാണേ. അച്ഛൻ പറയുമായിരുന്നു പഠിക്കാൻ എല്ലാ ദിവസവും. മൈ ഫാദർ യൂസ് ടു ടെൽ മീ ടു സ്റ്റഡി എവറി ഡേ. വൈകുന്നേരം ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കായിരുന്നു. ഇൻ ദ ഈവനിങ്, പണ്ട് കളിക്കുന്ന കാര്യമാണ്, ഇപ്പം കളിക്കാറില്ല. വി യൂസ് ടു പ്ലേ ക്രിക്കറ്റ്. ഞങ്ങൾ നടന്നിട്ടായിരുന്നു സ്കൂളിലേക്ക് പോവാറ്. വി ആർ ഗോയിങ് ടു സ്കൂൾ ബൈ വാക്കിംഗ് എന്നാണ് പലരും പറഞ്ഞത്. അല്ലെങ്കിൽ വി ഗോ ടു സ്കൂൾ ബൈ വാക്കിംഗ്. എങ്ങനെ കറക്റ്റായിട്ട് പറയാ? ഒന്നില്ലെങ്കിൽ വി വാക്ക്ഡ് ടു സ്കൂൾ, വി വാക്ക്ഡ് ടു സ്കൂൾ. ഈ വാക്ക്ഡ് എന്നുള്ള വാക്ക് ഇട് എന്ന് പറയില്ല, വാക്ക്ഡ്. വി വാക്ക്ഡ് ടു സ്കൂൾ. അല്ലെങ്കിൽ പണ്ട് സ്കൂളിലേക്ക് നടന്നായിരുന്നു പോയിരുന്നത്. വി യൂസ് ടു വാക്ക്. ട്യൂഷൻ ക്ലാസ് എന്ന് പറയില്ലേ, ട്യൂഷൻ, അത് ട്യൂഷനാണ്. സ്കൂൾ കഴിഞ്ഞിട്ട് ട്യൂഷന് പോകുമായിരുന്നു. എങ്ങനെ പറയും? ആഫ്റ്റർ സ്കൂൾ ഐ യൂസ് ടു ഗോ ടു ട്യൂഷൻ ക്ലാസ്സസ്. സ്കൂളിന് ശേഷം ആഫ്റ്റർ സ്കൂൾ ഐ യൂസ് ടു ഗോ എങ്ങോട്ട്? ടു ട്യൂഷൻ ക്ലാസ്സസ്. പണ്ട് ഇങ്ങനെയായിരുന്നു, ഇപ്പം ഇങ്ങനെയാണ് എന്നുള്ള സെൻറ്റൻസുകളാണ് ഇതൊക്കെ. ആ സമയത്ത് ദാറ്റ് ടൈം ലൈഫ് സിമ്പിളായിരുന്നു. ലൈഫ് വാസ് വെരി സിമ്പിൾ എന്ന് ഒട്ടുമിക്ക എല്ലാവരും പറയാൻ ചാൻസ് ഉണ്ട്. അതിങ്ങനെ അങ്ങനെ പറയാം. ദാറ്റ് ടൈം എന്നൊന്നും നമ്മളങ്ങനെ പറയില്ല. ആ സമയത്ത് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. ലൈഫ് വാസ് മച്ച് സിംപ്ലർ ദെൻ. വളരെ എളുപ്പമായിരുന്നു അന്ന് എന്ന് പറഞ്ഞാൽ ദെൻ. ലൈഫ് വാസ് മച്ച് സിംപ്ലർ ദെൻ. ഓക്കെ, ഈ സെൻറ്റൻസുകളൊക്കെ
കറക്റ്റായിട്ട് ഉണ്ടാക്കുന്നതൊന്ന് പഠിക്കുക. കാരണം ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഗ്രാമർ അറിയുമെങ്കിലും ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ പറയുന്നത് നല്ല ഇംഗ്ലീഷ് ആണെന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വരും. അപ്പോൾ ഈ സെൻറ്റൻസുകൾ കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കണേ. നിങ്ങൾക്ക് ഗ്രാമർ ഒരു കോഴ്സ് എടുത്ത് പഠിക്കണമെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് കോഴ്സ് എടുക്കുന്നുണ്ട്. കോഴ്സ് എടുക്കാനൊരു സാഹചര്യം ഇല്ല എങ്കിൽ യൂട്യൂബിൽ വീഡിയോയുടെ പ്ലേലിസ്റ്റ് ഞാൻ ഈ വീഡിയോന് താഴെ കോമെൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് കണ്ട് പഠിക്കുക. കോഴ്സിന് ഡീറ്റെയിൽസിനെ അറിയേണ്ടവർ ഇമെയിൽ അയയ്ക്കുക. ഇനി ടെക്നോളജിയെ കുറിച്ച് പറയണ ഒരാണ്. ആ സമയം ഞങ്ങൾക്ക് ഫോണുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സെൻറ്റൻസ് ഇത് ടിപ്പിക്കലായി പറയാം. ദാറ്റ് ടൈം വി വർ നോട്ട് ഹാവിങ് മൊബൈൽ ഫോൺസ് എന്ന് പറയാൻ ടെൻഡൻസി ഉണ്ട്. ആ സമയത്ത് എന്ന് പറയാൻ ബാക്ക് ദെൻ വി ഡിഡൻറ്റ് ഹാവ് മൊബൈൽ ഫോൺസ്. വി വർ നോട്ട് ഹാവിങ് എന്ന് പറയേണ്ട കാര്യമില്ല. ബാക്ക് ദെൻ വി ഡിഡൻറ്റ് ഹാവ്, ഉണ്ടായിരുന്നില്ല. വി ഡിഡൻറ്റ് ഹാവ് മൊബൈൽ ഫോൺസ്. ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോവായിരുന്നു, സമയം സ്പെൻഡ് ചെയ്യായിരുന്നു. എങ്ങനെ പറയും? We used to spend a lot of time outside with friends. അല്ലേ? മൊബൈൽ ഫോൺസ് ഇല്ലാത്തതുകൊണ്ട് വി യൂസ്ഡ് ടു സ്പെൻഡ്. പണ്ട് അങ്ങനെ ആയിരുന്നു, ഇപ്പം അങ്ങനെ അല്ല എന്നുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ യൂസ്ഡ് വെച്ച് മനോഹരമായിട്ട് പറയാൻ പറ്റും. വി യൂസ്ഡ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം. എവിടെ? പുറത്ത്. ഔട്ട്സൈഡ്. ഔട്ട്സൈഡ് എന്നൊന്നും വേണ്ട കേട്ടോ, വെറും ഔട്ട്സൈഡ്, പ്രപ്പോസിഷൻ ഒന്നും വേണ്ടേ. വിത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ. ഇപ്പം എല്ലാം ചേഞ്ചായി. എങ്ങനെ പറയും? പൊതുവെ ആൾക്കാർ പറയുന്നതനുസരിച്ച് നൗ എവറിത്തിങ് ഇസ് ചേഞ്ച്ഡ്. അത് കുറച്ചുകൂടി നാച്ചുറലായി പറയണമെങ്കിൽ നൗ എവറിത്തിങ് ഹാസ് ചേഞ്ച്ഡ്. ഹാസ് ഇസ് അല്ല, നൗ എവറിത്തിങ് ഹാസ് ചേഞ്ച്ഡ്. ഒന്ന് പറയോ? നൗ എവറിത്തിങ് ഹാസ് ചേഞ്ച്ഡ്. ഇപ്പം എനിക്ക് വളരെ കുറച്ച് സമയം കിട്ടുള്ളൂ. ഇപ്പോൾ നൗ ഐ എം ഗെറ്റിംഗ് വെരി ലിറ്റിൽ ടൈം. കുറച്ച് നന്നായിട്ട് എങ്ങനെ പറയാം? നൗ ഐ ഹാവ് വെരി ലിറ്റിൽ ടൈം. ഐ എം ഗെറ്റിംഗ് അല്ല, നൗ ഐ ഹാവ് വെരി ലിറ്റിൽ ടൈം. ഓക്കെ. പിന്നെ ഒരു ടിപ്പിക്കൽ മിസ്റ്റേക്ക് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ വരുന്ന, എൻ്റെ പേര് രാജേഷ് എന്ന് പറയാൻ മൈസെൽഫ് രാജേഷ് അല്ലെങ്കിൽ മൈസെൽഫ് വിനി എന്ന് പറയാൻ ടെൻഡൻസി ഉണ്ട്. മൈസെൽഫ് എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൈ നെയിം ഇസ് രാജേഷ് അല്ലെങ്കിൽ ഐ എം രാജേഷ്, അല്ലെങ്കിൽ വിനി ആണെങ്കിൽ ഐ എം വിനി, അല്ലെങ്കിൽ മൈ നെയിം ഇസ് വിനി. ഓക്കെ. മൈസെൽഫ് എന്ന് വെച്ച് പറയരുത് കേട്ടോ, തെറ്റാണത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ഇൻ്റർവ്യൂസിന് കൊടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരുന്നത്. നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ഒരു വലിയ വീഡിയോ, ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നിട്ട്. അത് കണ്ടാൽ ഇങ്ങനത്തെ കുറേ മിസ്റ്റേക്സ് അതിൽ ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആൾക്കാർ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കാൻ വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം. ഈ ഗുഡ് നെയിം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇന്ത്യനിസാണ്. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ മതി, ഗുഡ് നെയിം എന്നൊന്നും ചോദിക്കാറില്ല. എല്ലാവരുടെ പേരും നല്ല തന്നെയാണ്. ഓക്കെ. പിന്നെ ഒരു കാര്യം ചെയ്യുക എന്ന് പറയില്ലേ, അതിന് ഡു വൺ തിങ്. അവന് നാളെ വിളിക്കുക, കോൾ ഹിം ടുമോറോ. ഒരു കാര്യം ചെയ്യും. ഇത് ഭയങ്കര ലിറ്ററൽ ട്രാൻസ്ലേഷനാണ്. ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് പറയാം? ഹിയേഴ്സ് വാട്ട് യു ഷുഡ് ഡു. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതി പറയണം. ഹിയേഴ്സ് വാട്ട് യു ഷുഡ് ഡു, ജസ്റ്റ് കോൾ ഹിം ടുമോറോ. നാളെ അവനെ വിളിക്കുക. ഓക്കെ. ഡു വൺ തിങ് അല്ല, എന്താ പറയുക? ഹിയേഴ്സ് വാട്ട് യു ഷുഡ് ഡു. പിന്നെ ഈ ഓൺലി ആ വാക്ക് മാത്രം അല്ലെങ്കിൽ തന്നെ എന്ന് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഓൺലി ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ കുറച്ച് ടിപ്പിക്കൽ മിസ്റ്റേക്സ് കണ്ടത്, ഞാൻ ഇന്നലെ തന്നെ നിന്നോട് പറഞ്ഞതല്ലേ ഉള്ളൂ, ഐ ടോൾഡ് യു യെസ്റ്റർഡേ ഓൺലി. ആ ഓൺലി, ഈ ഓൺലി കുറച്ച് പ്രോബ്ലം ആണ് കേട്ടോ. അവിടെ നിന്ന് ഓൺലി വെച്ചിട്ട് പറയരുത്. എങ്ങനെ പറയാം? ഞാൻ ഇന്നലെ തന്നെ നിന്നടുത്ത് പറഞ്ഞതല്ലേ ഉള്ളൂ. ഐ ടോൾഡ് യു ജസ്റ്റ് യെസ്റ്റർഡേ. ഐ ടോൾഡ് യു ജസ്റ്റ് യെസ്റ്റർഡേ. അവിടെ ഓൺലി ചേർത്താൽ നാച്ചുറൽ ആവില്ല. അങ്ങനെയല്ല കറക്റ്റായിട്ട് പറയാത്. ഐ ടോൾഡ് യു ജസ്റ്റ് യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ നിന്നടുത്ത് പറഞ്ഞതല്ലേ ഉള്ളൂ. ഐ ടോൾഡ് യു ജസ്റ്റ് യെസ്റ്റർഡേ. ഓക്കെ. അവൻ അവിടെ തന്നെയാണുള്ളത്. ഹീസ് ദെയർ ഓൺലി. അതും തെറ്റാണ്. എങ്ങനെ പറയാം? അവൻ ഇപ്പോഴും അവിടെ തന്നെയാണ് എന്ന് പറയണമെങ്കിൽ ഹീസ് സ്റ്റിൽ ദെയർ. ഹീസ് ദെയർ ഓൺലി എന്നല്ല പറയാം, ഹീസ് സ്റ്റിൽ ദെയർ. ഓക്കെ. അങ്ങനെ തന്നെയാ, ലൈക്ക് ദാറ്റ് ഓൺലി. അത് അങ്ങനെ തന്നെ നടന്നേ. ഇറ്റ് ഹാപ്പൻ ലൈക്ക് ദാറ്റ് ഓൺലി. എങ്ങനെ കറക്റ്റ് ചെയ്യാം? ഇറ്റ് ഹാപ്പൻ ദാറ്റ് വേ. അങ്ങനെയാണ് നടന്നത്. ഇറ്റ് ഹാപ്പൻ ദാറ്റ് വേ. എനിക്ക് ഉറക്കം വന്നു എന്ന് പറയും. ഉറക്കം സ്ലീപ്പ്, വരിക കം, വന്നു കെയിം. അപ്പോൾ സ്ലീപ്പ് കെയിം ടു മീ. ഇത് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും പറയണേ? ഇതെങ്ങനെയാ പറയാ? ഐ ഗോട്ട് സ്ലീപ്പി അല്ലെങ്കിൽ ഐ ഫെൽറ്റ് സ്ലീപ്പി. എന്നൊക്കെ ഉറക്കം വന്നു എന്ന് പറയാൻ ഐ ഗോട്ട് സ്ലീപ്പി അല്ലെങ്കിൽ ഐ ഫെൽറ്റ് സ്ലീപ്പി. അവൻ്റെ കഥ മുഴുവൻ കേട്ടപ്പോൾ ഐ ഫെൽറ്റ് സ്ലീപ്പി. ഓക്കെ. എൻ്റെ ക്ലാസ് കേട്ടിട്ട് അങ്ങനെ പറയുമോ ഐ ഗോട്ട് സ്ലീപ്പി എന്ന്? പിന്നൊരു ഒരു പ്രശ്നമുള്ള വാക്ക് ടൈം പാസ് ആണ്. ടൈം പാസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഫോർ ടൈം പാസ് എന്ന് പറയാനൊരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയും? ജസ്റ്റ് ടു പാസ് ദ ടൈം. പിന്നെ വേറൊരു ടിപ്പിക്കൽ മിസ്റ്റേക്കാണേ. ഞങ്ങൾ കഴിഞ്ഞ വർഷം വീട് മാറാം, ഷിഫ്റ്റ് ചെയ്യുക അല്ലേ. വി ഷിഫ്റ്റഡ് ഹൗസ് ലാസ്റ്റ് ഇയർ. അങ്ങനെ പറയില്ല.
ഈ ഷിഫ്റ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ വീട് മാറുന്നത് മൂവ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പറയാം, വി മൂവ്ഡ് ടു എ ന്യൂ ഹൗസ് ലാസ്റ്റ് ഇയർ. അപ്പോൾ ടിപ്പിക്കലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ വരുത്തുന്ന ഈ ട്രാൻസ്ലേഷൻ കാരണം നമ്മുടെ ഇംഗ്ലീഷ് അതിൻ്റെ ആ ഒരു ഭംഗി കുറഞ്ഞു പോകുന്ന കുറേ സെൻറ്റൻസുകളാണ്. ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവാതില്ല, പക്ഷെ ഇത് പറയുമ്പോൾ നേറ്റീവ് സ്പീക്കേഴ്സ് എന്താ ഇതിങ്ങനെ പറയണതെന്ന് ഒരു ഫീലിംഗ് വരും. കാരണം നമ്മൾ എപ്പോഴും മലയാളത്തിലെ വാക്കെടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ അവരുടെ സെൻറ്റൻസുകൾ നോർമലി നാച്ചുറലി എങ്ങനെ വരണേ ആ രീതിയിലല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ മലയാളത്തിനെ പിടിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് എപ്പോഴും സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് നാച്ചുറൽ ആവില്ല. അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ടിപ്സില്ലേ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കൃത്യമായി നിങ്ങൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ നിങ്ങളുടെ സെൻറ്റൻസുകൾ വളരെ ബ്യൂട്ടിഫുൾ ആവും. നിങ്ങളുടെ ദിനചര്യകൾ, ഡെയിലി റുട്ടീൻസ് ഒരു 2-3 സെൻറ്റൻസ് എഴുതിയിട്ടിടുവോ? കറക്റ്റായിട്ട് കോമൻറ്റിൽ ഇടും കേട്ടോ, വായിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.